ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ IELTS OET UK നേഴ്സ് ആകാൻ ആവശ്യമുണ്ട്. റീസെന്റ് ഇവിടെ ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കൽ വായിച്ചപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി, അതൊന്ന് എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. അപ്പം IELTS അല്ലെ OET വേണം UK ഇപ്പം നമുക്കറിയാം. പക്ഷെ അത് നിങ്ങളിൽ എത്ര പേർക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ഒരുപാട് ഡിഫിക്കൽട്ട് ആണ് എന്ന് തോന്നിയിട്ടുണ്ട്? എനിക്ക് തോന്നിയിട്ടുണ്ട് അതിന്റെ ഒരു സ്റ്റാൻഡേർഡ്സ് ഒരുപാട് ഹൈ ആണ്. അപ്പൊ അത്ര ഒരു ഹൈ സ്റ്റാൻഡേർഡ് ആവശ്യം നമുക്കുണ്ടോ? അപ്പം ആ ഒരു ഡിബേറ്റ് അല്ലെ ആ ഒരു ഡൗട്ട് എന്റെ മനസ്സിലുള്ള പോലെ തന്നെ ഇവിടെ ഇപ്പൊ UK ഒരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അപ്പൊ റീസെന്റ് ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ആർട്ടിക്കലിൽ പറയുന്നത് ഓവർസീസ് നഴ്സസ് ആർ ബാർഡ് ഫ്രം ദ പ്രൊഫഷൻ ഡ്യൂ ടു ഡിസ്ക്രിമിനേറ്ററി ലാംഗ്വേജ് എക്സാം എന്ന് പറഞ്ഞൊരു ആർട്ടിക്കൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ അത് വായിക്കുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ് വരുന്നത്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, പക്ഷെ അതിപ്പോ UK അതൊരു ചർച്ച ചെയ്യപ്പെടുന്നു. അതൊരു നല്ല കാര്യമാണ്. റീസെന്റ് സ്റ്റാർട്ട്ഫോർഡ് യൂണിവേഴ്സിറ്റി ഒരു 850 കാൻഡിഡേറ്റ്സിന്റെ ഒരു സാമ്പിൾ എടുത്തിട്ട് റിസർച്ച് നടത്തിയപ്പം അതിൽ കണ്ടുപിടിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ്. അതിലൊരു 79% ആൾക്കാർ UK ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഉള്ളവരാണ്, പക്ഷെ അവർ മറ്റു നാഷണാലിറ്റിക്കാരാണ്, UK ഉള്ളവരല്ല. അപ്പൊ അവർക്ക് തന്നെ ഈ IELTS അല്ലെ OET എക്സാം പാസ് ആകാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ഡ്രോബാക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിൽസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർ നേഴ്സസ് ആണ്, പക്ഷെ അവർക്ക് NHS അല്ലെ വേറെ സെക്ടറിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് പറ്റുന്നു, അവരൊന്ന് ലോവർ പെയ്ഡ് ജോബിലേക്ക് മാറുന്നു, അല്ലെങ്കിൽ ടെസ്കോ അല്ലെ അങ്ങനെയുള്ള എന്തെങ്കിലും വേറെ ഷോപ്പിംഗ് മാളുകളിൽ ജോലി ചെയ്യുന്നു. അവര് അതിന്റെ കൂട്ടത്തിൽ UK ഉണ്ടാകുന്ന ഒരു നേഴ്സസിന്റെ ഷോർട്ടേജ്, ഇപ്പോഴും ഒരു 40,000 നേഴ്സുമാരുടെ ഷോർട്ടേജ് റീസെന്റ് ഡാറ്റ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഷോർട്ടേജ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് ഒരിടത്ത് നിൽക്കവേ IELTS OET എക്സാമിന്റെ ഈ ഒരു ഇത്ര ഹൈ സ്റ്റാൻഡേർഡ് കാരണം ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സുമാർക്ക് പാസ് ആയിട്ട് UK വന്ന് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെല്ലാം ഇതിങ്ങനെ ചിന്തിക്കുകയും ഡിസ്കസ് ചെയ്യുകയും നമ്മുടെ കൂട്ടത്തിൽ ചെയ്യുന്ന കൂട്ടത്തിൽ ഇപ്പൊ അതൊരു പുറത്തും UK അതൊരു ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അപ്പം ഇവിടെ ഉള്ള ഒരുപാട് റിസർച്ചേഴ്സ്, പ്രൊഫസേഴ്സ് അല്ലെ വർക്ക് ചെയ്യുന്ന ഹയർ ലെവലിലുള്ള ട്രസ്റ്റീസ്, NHS ട്രസ്റ്റിൽ തന്നെ ഉള്ളവർ ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പല കാര്യങ്ങൾ അവരുടെ പോയിന്റ്സ് അവർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾസ് ഞാൻ വായിക്കാൻ കണ്ടതും മനസ്സിലായതും, വിച്ച് നമുക്ക് എഗ്രി ചെയ്യാൻ പറ്റും. അപ്പൊ അവർ പറയുന്നത് നേഴ്സുമാർ ഒരു 15-20 വർഷം എക്സ്പീരിയൻസ് ഉള്ള നേഴ്സുമാരും ജസ്റ്റ് ആ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൽ പാസ് ആകുന്നില്ല എന്നൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് അവർക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ അവർക്ക് ഒരു അവസരം കൊടുക്കാത്ത എത്ര ഫെയർ ആണെന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് ശരിയാണ്. അതുപോലെ തന്നെ ഈ നേറ്റീവ് ലാംഗ്വേജ് സ്പീക്കേഴ്സ് ഇവിടെ ഉള്ളവർ ഇംഗ്ലീഷ് സംസാരിക്കുന്ന അതേ ഒരു ക്രൈറ്റീരിയയിൽ ഓവർസീസിൽ നിന്ന് വരുന്ന, ഇപ്പം ഇന്ത്യനായാലും ഫിലിപ്പീൻസിനായാലും നൈജീരിയ ആയാലും അങ്ങനെയുള്ള കുറെ കൺട്രീസിൽ നിന്ന് വരുന്ന നേഴ്സുമാരെ അതേ ആ ഒരു ക്രൈറ്റീരിയയിൽ അവരുടെ ആ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ചെയ്യുന്ന എത്രത്തോളം ലോജിക്കൽ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഫെയർ ആണ് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ചോദിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് എനിക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഇവിടെ GCSE ഒരു C ഗ്രേഡ് കിട്ടുന്ന ഒരാൾക്ക് പോലും ഈ IELTS അല്ലെ OET ഇപ്പം വരുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇല്ല. അപ്പം പുറത്തുനിന്ന് വരുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുന്നതിനെ കൂട്ടത്തിൽ തന്നെ UK ഇത്രയും വർഷമായിട്ട് താമസിക്കുന്ന പലർക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതിന് കുറെ പേരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ആ ആർട്ടിക്കൽ ഞാൻ ഇതിൽ ഷെയർ ചെയ്യാം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അവർ പറയുന്നതെന്ന് വെച്ചാൽ OETയുടെ ലിസണിങ്ങും റീഡിങ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ IELTSലെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ബുദ്ധിമുട്ടായിട്ട് പല കാൻഡിഡേറ്റ്സിന് തോന്നുന്നുണ്ട്. അപ്പം ഈ ഒരു അവരുടെ ഇംഗ്ലീഷിലുള്ള സ്കില്ലിനെ മാത്രം ബേസ് ചെയ്ത് നേഴ്സിംഗ് NMCയിലേക്ക് രജിസ്ട്രേഷൻ കൊടുക്കുന്ന ഫെയർ ആണോ, അതോ അവർക്കുള്ള ഒരു എക്സ്പീരിയൻസും കൊണ്ട് ഒന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ലേ, അല്ലെ ചെയ്താൽ എന്താ എന്നുള്ള ഒരു ചോദ്യം ഈ ആർട്ടിക്കിൾ ചോദിക്കുന്നതാണ്. അപ്പം പല ക്രിട്ടിക്സും ഇതിന് അല്ലെ NMC തന്നെ പറയുന്നുണ്ട് അവർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് വേണോ എന്ന് ചോദിച്ചാൽ വേണം, ഡെഫിനറ്റ്ലി അതിന്റെ ആവശ്യമുണ്ട്. കാരണം ഇത് പേഷ്യന്റ് കെയർ ആണ്, നമുക്ക് പേഷ്യന്റിന്റെ സേഫ്റ്റി ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ ഇതിലൊരു നല്ല സന്തോഷ ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NMC വീണ്ടും ഈ IELTSഉം OETയുടെയും ടെസ്റ്റിംഗിന്റെ സ്റ്റാൻഡേർഡിനെ പറ്റി വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്സ്റ്റേണൽ ബോഡി ഏൽപ്പിച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട് ഈ സമ്മർ കഴിയുമ്പോൾ അവർ സബ്മിറ്റ് ചെയ്യും. അപ്പം NMC തന്നെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇത്ര ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഈ ടെസ്റ്റ് അതിന്റെ ആവശ്യം ഉണ്ടോ, അല്ലെ ആവശ്യമുണ്ട്, പക്ഷെ ഇത് ടെസ്റ്റിൽ ഇതിന്റെ സ്റ്റാൻഡേർഡുകൾ ഇച്ചിരി ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളൊരു സൂചന നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എന്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ, ഇംഗ്ലീഷ് ടെസ്റ്റ് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി അല്ലെ ഏതൊരു കൺട്രി ആണെങ്കിലും ആ കൺട്രിയുടെ മദർ ലാംഗ്വേജ് അല്ലെ അവർ സംസാരിക്കുന്ന ആ ഒരു ലാംഗ്വേജ്
ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഡെഫിനറ്റ്ലി അറിഞ്ഞിരിക്കണം. കാരണം അവര് അത് പേഷ്യന്റ് സേഫ്റ്റിനെ കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരിക്കലും നമുക്ക് പേഷ്യന്റ് സേഫ്റ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പേഷ്യന്റുമായിട്ട് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ്. അപ്പം അവർക്ക് കിട്ടുന്ന ഓർഡേഴ്സും കൊടുക്കേണ്ട മെഡിക്കേഷൻസും ട്രീറ്റ്മെന്റും അവരിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പൊ അത് നേഴ്സുമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും മനസ്സിലാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ ഇപ്പം നമ്മൾ കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ മലയാളം അറിയാൻ വയ്യാത്ത കുറെ നേഴ്സസും ഡോക്ടറും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ പേഷ്യൻസിനെ അല്ലെ റിലേറ്റീവ്സിനെ അല്ലെ അച്ഛനെ അമ്മയെ നമ്മൾ കൊണ്ടുപോകും. യങ്സ്റ്റേഴ്സിന്റെ അല്ലെ ഒരുപക്ഷെ ക്യാരി ചെയ്യാൻ പറ്റുന്ന പോലെ അല്ലെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ വയ്യാതെ അസുഖമായിട്ട് വരുന്ന ഒരാൾക്ക് ചിലപ്പം ലാംഗ്വേജ് അത്രയും ശരി അറിയത്തില്ലെങ്കിൽ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അല്ലെ ആംഗ്യങ്ങൾ കാണിച്ച് അവരുടെ അസുഖങ്ങൾ കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറയാതെ വരുമ്പം ആ ഒരു ഇൻഫർമേഷൻ മിസ്സാവുകയും മിസ്ട്രീറ്റ്മെന്റ് കൊടുക്കുകയും ചേരാനുള്ള ചാൻസസ് കൂടുതലുണ്ട്. അത് മാത്രമല്ല, ഇൻ ബിറ്റ്വീൻ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഡോക്ടർ ടു നഴ്സസ് അല്ലെ മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ കമ്മ്യൂണിക്കേഷൻ വെർബലും റിട്ടനും പ്രോപ്പർ അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പർ ക്യാരി ഔട്ട് ചെയ്യത്തില്ല. അത് ഡെഫിനറ്റ്ലി പേഷ്യന്റ് സേഫ്റ്റിനെ എഫക്ട് ചെയ്യും. അപ്പം ആ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി അല്ലെ ആ ഒരു ലാംഗ്വേജിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ ഒരു ആവശ്യമുണ്ട്. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ ആവശ്യമുണ്ട്. പക്ഷെ ഇപ്പം വന്നിരിക്കുന്ന IELTS അല്ലെ OET യുടെ ഒരു ഹൈ സ്റ്റാൻഡേർഡ്സ് കാരണം ഒരുപാട് സ്കിൽഡ് നേഴ്സസിന് അത് കിട്ടുന്നില്ല. അതുകൊണ്ട് അവർക്ക് രജിസ്റ്ററിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഡിബേറ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെപ്പറ്റി അറ്റ്ലീസ്റ്റ് NMC ചിന്തിക്കാം അല്ലെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് വേറെ ഒരു എക്സ്റ്റേണൽ ബോഡിയുടെ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അവര് ഈ സമ്മറിൽ നേരത്തെ പറഞ്ഞ പോലെ അത് സബ്മിറ്റ് ചെയ്യും. അപ്പം ചിലപ്പോൾ സ്റ്റാൻഡേർഡ്സ് കുറച്ചുകൂടെ കുറയ്ക്കാനുള്ള ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഏതായാലും അങ്ങനെ ആവട്ടെ. ഇന്ത്യയിലുള്ള അപ്പൊ ഒരുപാട് നേഴ്സസ്, ഇന്ത്യ മാത്രമല്ല ഓവർസീസ് മറ്റുള്ള കൺട്രിയിൽ നിന്നുള്ള വളരെ സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സസ് അവരുടെ ആ ഒരു എക്സ്പീരിയൻസും കൂടെ കൗണ്ട് ചെയ്തുകൊണ്ട് ഈ ഒരു ലാംഗ്വേജ് ടെസ്റ്റിൽ ഒരു ചെറിയൊരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നേഴ്സസിന്, സ്കിൽഡ് ആയിട്ടുള്ള നേഴ്സസിന് UK വരാം. NHSന്റെ ഷോർട്ടേജും കുറയും. പിന്നെ ഒരുപാട് ആൾക്കാർ UK വന്ന് വർക്ക് ചെയ്യുന്നവർക്ക് അവർക്ക് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ പറ്റും. എനിവേ, ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. നിങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡേർഡ് കുറയ്ക്കുന്നതിനെ പറ്റി എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലെ എങ്ങനെയാണ് ഈ ടെസ്റ്റുകളെ നിങ്ങൾ കാണുന്നത് എന്നുള്ള നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയൻ കമന്റ് ആയിട്ട് പറയാൻ മറക്കണ്ട.